ഹലോ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ മുന്നത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മാളയ്ക്കടുത്ത്, തൃശ്ശൂർ ജില്ലയിലെ മാളയ്ക്കടുത്ത് കോട്ടാമുറിയിലൊരു നാടൻ പശുക്കളുടെ ഫാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആയിട്ടാണിത് കാണിക്കുന്നത്. ഇതിൽ കൂടുതലായിട്ടും നമ്മൾ നെയ്യുണ്ടാക്കുന്ന രീതികളും പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. എൻ്റെ ആദ്യത്തെ ഈ വീഡിയോ, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആദ്യം അങ്ങനെ ഉണ്ട് ശരിക്കും കണ്ടിട്ടില്ല. അപ്പോൾ എന്താണെന്നറിയില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും തോന്നുന്നു. ഇതിപ്പോൾ ഈ കാണുന്നത് കണ്ട നല്ല അതിൻ്റെ കുട്ടികൾ, വലിയ പശുക്കളെയാണ് അന്നത്തെ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചത്. ഇതിപ്പോൾ അതിൻ്റെ കുട്ടികളൊക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റെഡി. ഒന്നുകൂടി അടുത്ത് നിന്നിട്ടുള്ള ഷോട്ടുകളാണിത്. അതിൽ ചെറിയൊരു കുട്ടി നടക്കുന്നുണ്ട്. ഒരു വട്ടക്കയറൊന്നുമില്ല, ഒന്നിനും ഒരു കയറിൻ്റെ ഒരു ബന്ധനവും ഇല്ലാണ്ടാണ് വളർത്തണത്. അതാണ് ഇവിടുത്തെ കാര്യം.
അത്യാവശ്യം ഏരിയ ഉണ്ട്. 10-27 ഏക്കറാണ് മൊത്തം വരുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ കുറച്ചും കൂടി 1-2 കൊല്ലം കഴിഞ്ഞാൽ ഇതിലത്തെ വലുതൊക്കെ പ്രസവിക്കണ രീതിയിലേക്കാവും. വനൊരു പേടിയില്ല, ഇങ്ങനെ അടുത്തേക്കാണ് വന്നത്. അപ്പോൾ വേറെ ആൾക്കാരും വരുന്നുണ്ട്. അടുത്ത് പോയിട്ട് നോക്കിയെടുക്കാൻ പറ്റുമോ നോക്കാം. ഇതവിടുത്തെ മേറ്റിംഗ് കാളയാണ്. 2 കാളകളുണ്ട്. അപ്പോൾ 2 കാണിക്കുന്നുണ്ട്. അത്യാവശ്യം ഹെവി ബുള്ള തന്നെയാണ്, കാണാനും നല്ല ക്യൂട്ടാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബറ്റങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണ്, ഷെഡിൽ തന്നെ നിർത്തിയേക്കാണ്. അപ്പോൾ മാറ്റിങ്ങിന് ആവശ്യം വരുമ്പോൾ മാത്രം ഒറ്റങ്ങൾ തന്നെ അത് പുറത്തേക്ക് ഇറക്കാനുള്ളതൊന്നുണ്ട്. അത് ഇപ്പോൾ ചെയ്യാമെന്നറിയില്ല. ഞാനവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അപ്പോൾ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും മോശമൊന്നുമില്ല. അപ്പോൾ വീഡിയോ കാണാം കേട്ടോ. പിന്നെ നേരത്തെ എടുത്തു നമ്മൾ കൂടി ക്ലിയർ ഉണ്ട്. അതിൻ്റെ ശരിക്ക് പത്തുന്നുണ്ട് എടുക്കും. ഇവിടുത്തെ കാളക്കൂട്ടനാണ്. ഇവനെ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. 2 കാളക്കൂട്ടന്മാരുണ്ട്. അപ്പോൾ ഇവനെ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. ഒരാളെ പുറത്തേക്ക് ഇറക്കുമ്പോൾ മറ്റൊരാൾ ഇവിടെ ഉണ്ടാവും. അങ്ങനെ മാറിയിട്ടാണ്. അപ്പോൾ മറ്റുള്ളവരെ കൊണ്ടുവന്നാൽ ഇവനെ ശരിക്കും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് ആദ്യം എടുക്കാം. നല്ല ക്വാളിറ്റിയുള്ള കാളയാണ്. കണ്ട അതിൻ്റെ ക്വാളിറ്റി കണ്ട, മുതുക കണ്ട ക്വാളിറ്റി. ഓക്കെ, എൻ്റെ പേര് ജിജി കുമാർ എന്നാണ്. ഞങ്ങളിവിടെ കോട്ടമുറി എന്ന് പറഞ്ഞ സ്ഥലത്ത്, മാളയ്ക്കടുത്ത് കോട്ടമുറിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫാം നടത്തുന്നു. പശുക്കൾ മൂക്കിൽ കയറൊന്നുമില്ലാതെ ഏറ്റവും നല്ല ഭക്ഷണം കൊടുത്ത് പശുക്കളെ വളർത്തുകയാണ് ചെയ്യുന്നത്. ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഇതിൽ കൂടെ ശ്രമിക്കുന്നു. മൂക്കിൽ കയറില്ല, പശുക്കളെ അഴിച്ചിട്ട് വളർത്തുന്നു. ഇപ്പോൾ നമ്മൾ ഈ സമയമാകുമ്പോൾ, വെയിലാകുമ്പോൾ മാത്രമേ ഇവരെ ഗോശാലയ്ക്കകത്ത് കയറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ 18 ഏക്കറിൽ അവർക്ക് ഇഷ്ടത്തിന് നടക്കാൻ, ഓടാനും ചാടാനൊക്കെ ഉള്ള എല്ലാ സൗകര്യവും ഉണ്ട്. എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ഇവിടെ സാർ ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മളിവിടെ പഞ്ചഗവ്യ പ്രൊഡക്ട്സാണ് ചെയ്യുന്നത്. പഞ്ചഗവ്യ എന്ന് പശുക്കളുടെ പഞ്ചഗവ്യങ്ങൾ വെച്ചിട്ടുള്ള പ്രൊഡക്റ്റാണ് ഉണ്ടാക്കുന്നത്. അത് മെയിനായിട്ട് മോരുണ്ട്, മോര്, നെയ്യ്, ഗോമൂത്രം കൊണ്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ്, ഭസ്മം കാര്യങ്ങളൊക്കെ ഉണ്ട്, ചാണം, അങ്ങനെ പഞ്ചഗവ്യങ്ങളും കൂടെയുള്ള പ്രൊഡക്റ്റ് മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് ഏറ്റവും നല്ല തീറ്റ കൊടുത്ത് ഏറ്റവും സന്തോഷത്തോടെ പശുക്കളെ വളർത്തി കുട്ടികൾ കുടിച്ചതിന് ശേഷം മാത്രം കറന്നെടുത്ത്, അപ്പോൾ അതിൽ കൂടെ ഏറ്റവും നല്ല പഞ്ചഗവ്യങ്ങൾ നമുക്ക് കിട്ടും. അതിലുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10 വർഷത്തോളമായി നമ്മളിത് ചെയ്യുന്നു. ഇനി അടുത്ത പ്രൊഡക്റ്റുകൾക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി എക്സ്പാൻഷൻ ആവശ്യമാണ്. അതിന് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ്. അതിന്
നമ്മൾ ഗവൺമെൻറ് അത് പറയണ്ടല്ലോ അല്ലേ. നിലവിൽ ഇപ്പോൾ എത്ര സ്ഥലത്താണ് ഇപ്പോൾ പുൽകൃഷി ചെയ്യുന്നത്? പുൽകൃഷി നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഇവർക്ക് കറക്കുന്ന പശുക്കൾക്ക് നമ്മൾ പുല്ല് വളർത്തിയത് കൊടുക്കാറില്ല. കാരണം വളർത്തിയ പുല്ലിനെ നമ്മൾ ഈ ബ്രോയിലർ ചിക്കൻ അതേപോലെയാണ് കാണുന്നത്. വളർത്താതെ തന്നെ മുളച്ച് വരുന്ന കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും പറമ്പിൽ നിന്ന് വെട്ടി ഏറ്റവും നല്ല ഭക്ഷണം അവർക്ക് അതാണ്. എല്ലാ ഈ പറഞ്ഞ ദശപുഷ്പങ്ങൾ അതിലുണ്ട്. എല്ലാം തന്നെ നമ്മൾ ഇനിയും കണ്ടെത്താത്ത എന്തൊക്കെയോ ഔഷധങ്ങളുണ്ടല്ലോ ഈ പുല്ലിലുണ്ടല്ലോ, നമ്മൾ കുറച്ചേ കണ്ടെത്തിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുത്ത് ഇവരെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുകയാണ്. ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാനല്ല നമ്മൾ ശ്രമിക്കുന്നത്, ഏറ്റവും നല്ല പ്രൊഡക്റ്റ് നമുക്ക് വേൾഡിൽ നമ്പർ 1 പാലും പാലുൽപ്പന്നങ്ങളും നമ്മൾ ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കൊടുക്കണമെങ്കിലും കൂടുതൽ നന്നായിട്ട് കൊടുക്കുക, കുറച്ച് കൊടുക്കുക മാക്സിമം. നമ്മൾ അതിന് വേണ്ടിയിട്ട് വണ്ടിയും 3 ആളെ പുല്ല് വെട്ടാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിറച്ച് അവർ വെട്ടി പല പറമ്പുകളിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ എന്ന് പറയുമ്പോൾ അവരാരും ഒന്നും പറയാറില്ല, അവർക്കും നല്ലതാണ് പുല്ല് വെട്ടി പോകുന്നത്. അത് കൊണ്ടുവന്ന് എല്ലാ ദിവസവും കൊടുക്കുക ചെയ്യുന്നത്. കൂടാതെ അഴിച്ചിട്ട് ഈ സ്ഥലങ്ങളിൽ മേഞ്ഞ് നടക്കുമ്പോൾ ആവശ്യത്തിനുള്ളത് അവർ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പശുവിൻ്റെ ഒരു ദിവസത്തെ ഉൽപ്പാദനം എത്രയാണെന്ന് പറയാൻ പറ്റുമോ? ശരിക്കും ഈ പശുക്കൾക്ക് ഒരു 15-16 ലിറ്റർ പാല് കിട്ടും. പക്ഷേ അതിന് നമ്മൾ പല്ലറ്റ് കൊടുക്കണം. പല്ലറ്റിൽ മീനും യൂറിയയും അങ്ങനെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള സംഭവങ്ങളല്ല ചെയ്യുന്നത്. ഏറ്റവും നാച്ചുറൽ ഭഗവാൻ കൃഷ്ണനുണ്ടായിരുന്ന പശുക്കളെ പോലെ ആ പ്രൊഡക്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പോൾ പാല് കൂടുതൽ കിട്ടുക എന്നുള്ളതല്ല, മാക്സിമം നമുക്കൊരു പശുവിന് കാലത്തും വൈകുന്നേരം കൂടെ കൂടിയാൽ തന്നെ ഒരു 8 ലിറ്റർ 7.5 ലിറ്റർ അത്രയൊക്കെ ഉള്ളൂ. ഒരു 4 ലിറ്റർ, ചിലപ്പോൾ 4 ലിറ്റർ 2 ലിറ്റർ 1 ലിറ്റർ കിട്ടുന്ന പശുക്കളും ഇത്രയും വലിയ പശുക്കളാണെങ്കിലും ഉണ്ട്. നമുക്ക് അതാണ് ആവശ്യം, ഏറ്റവും നല്ല പാല്. അല്ലാതെ കൂടുതൽ പാലുണ്ടാവുക എന്നുള്ളതേ അല്ല നമ്മുടെ ലക്ഷ്യം. ഇതിലിപ്പോൾ സാധാരണ ഇപ്പോൾ ഫാമുകാരൊക്കെ ചെയ്യുന്നത് പോലെ ഇപ്പോൾ കറവ് പറ്റിയ പശുക്കളെ ഇപ്പോൾ ഒഴിവാക്കുന്നതിന് ഒരിക്കലും ഇല്ല. കറവ് പറ്റിയ പശുക്കൾ അതിനാണ് നമ്മൾ പഞ്ചഗവ്യ പ്രൊഡക്റ്റ് ഇതിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഫ്ലോർ ക്ലീനർ, ഏറ്റവും നല്ല ഫ്ലോർ ക്ലീനർ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ഫ്ലോർ ക്ലീനർ നമുക്ക് കുടിക്കാം. കൊച്ചു കുട്ടികളൊക്കെ കെമിക്കലൊക്കെ വെച്ചുണ്ടാക്കിയ ഫ്ലോർ ക്ലീനറിൽ അഴഞ്ഞ് നടന്ന് അത് കൈ നക്കി ആ കെമിക്കൽ അകത്ത് പോകുന്നു. പക്ഷെ നമ്മുടെ ഫ്ലോർ ക്ലീനർ നമുക്ക് കുടിച്ചാലും വിഷമില്ലാത്ത ഫ്ലോർ ക്ലീനർ നമ്മൾ ഈ പഞ്ചഗവ്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്, ഭസ്മം ഉണ്ടാക്കുന്നുണ്ട്. മാക്സിമം ഇനി ഒരു 140ഓളം പ്രൊഡക്റ്റ് ഇനി ഉണ്ടാക്കാനുണ്ട്. കുറച്ചേ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. നിലവിലിപ്പോൾ പ്രൊഡക്റ്റുകൾ എന്തെങ്കിലും ഇപ്പോൾ ഇവിടെ വിൽക്കുന്നുണ്ടോ ഷോപ്പുകളിൽ? ഷോപ്പുകളിൽ വിൽക്കാനൊന്നും നമുക്കില്ല. ആകെ 5.5 ലിറ്റർ നെയ്യ് അല്ലെങ്കിൽ 5 ലിറ്റർ നെയ്യാണ് ഒരു ദിവസം ഉണ്ടാകുന്നത്. നെയ്യിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് നമ്മൾ പഴകാൻ വെച്ചിരിക്കുകയാണ്. 10 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ അതിൽ നിന്ന് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ 9 വർഷം കഴിഞ്ഞ് നെയ്യ് എടുത്തിട്ടാണ് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്. അതൊന്ന് നമ്മൾ അശ്വഗന്ധാധികൃതം, അശ്വഗന്ധ ഗീ, ബ്രഹ്മി ഗീ, പിന്നെ ശതാവരിയുടെ ഗീ, ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ഒരു കിലോന് നമുക്ക് 15-17,000 രൂപയൊക്കെയാണ് ചിലവ് വരുന്നത്. കാരണം ഈ പഴകിയ നെയ്യിലുണ്ടാക്കുമ്പോൾ ഒരു കിലോ നെയ്ക്ക് 4,000 രൂപയ്ക്കാണ് നമ്മളിപ്പോൾ വിൽക്കുന്നത്. അത് ഭയങ്കര, അതിലും കൂടുതൽ നമുക്ക് ചിലവുണ്ടാക്കാൻ. ഈ 4,000 രൂപയുടെ നെയ്യ് ഒരു വർഷം കഴിഞ്ഞാൽ പഴകിയ നെയ്ക്ക് 6,000 രൂപയാണ്. അതിൻ്റെ ഇൻട്രസ്റ്റ് തന്നെ കൂട്ടിയാൽ, അതിൻ്റെ ബാങ്ക് പലിശ കൂട്ടിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് 10 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ആ പൈസയുടെ ബാങ്ക് പലിശയും അത് സ്റ്റോർ ചെയ്യാനുള്ള ചിലവും എല്ലാ മാസവും നമുക്കിത് വെയിലത്തെടുത്ത് വെക്കണം. അതിൻ്റെയൊക്കെ ചിലവ് വെച്ച് നോക്കുമ്പോൾ സാധാരണക്കാരന് മനസ്സിലാവും 1 കിലോ നെയ്യുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എത്ര ചിലവ് വരുന്നു എന്നുള്ളത്. ഏറ്റവും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് എക്സ്പെൻസീവാണ്. പിന്നെ അധികം വിൽക്കാനില്ലാത്തത് കൊണ്ട് നമുക്ക് പ്രശ്നമില്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ നമുക്കിപ്പോൾ എന്താ വെച്ചാൽ ഇവിടുന്ന് കുട്ടികളുടെ സെയിൽസ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടോ? ഇല്ല, ഇവിടെ നിന്നൊന്നും നമ്മൾ, ഇവിടെ ഉള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥയിൽ ജനിച്ചു വളർന്നതാണ്. ഇവിടുത്തെ കാളകളിൽ തന്നെ 3 വർഷത്തുമ്പോൾ നമുക്ക് കാളയെ മാറ്റും, കാരണം അച്ഛനായിട്ട് ക്രോസ് ആവാതിരിക്കാനായിട്ട്. അപ്പോൾ ആ കുട്ടികളെ സംരക്ഷിച്ച് 3-4 ഫാമും കൂടെ വേറെ തുടങ്ങണം. അങ്ങനെ നമുക്ക് അടുത്ത ലെവലിലേക്ക് ഉയരാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമുക്ക് 100 ലിറ്റർ 110 ലിറ്റർ പാലുകൊണ്ടൊന്നും ഒരു സൈഡിൽ എത്തുമ്പോൾ ഈ സൈഡ് മുട്ടിച്ചിട്ട് അടുത്ത സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുക. അത് തിരിച്ചിങ്ങനെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ 5-10 ഫാം നമ്മളുടെ സൂപ്പർവിഷനിൽ നടന്നാൽ മാത്രമേ നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടാൻ പറ്റൂ. അല്ലാതെ വേണ്ടാത്ത ഫുഡ് കൊടുത്ത് പാല് കൂട്ടുക എന്നുള്ളത് ലക്ഷ്യമല്ല നമുക്ക്.
കഷായം വെച്ച് ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും മോശമില്ലാതെ 100% മോശമില്ലാതെ നമ്മൾ ഇത് വിൽക്കുകയാണ്. ഈ നെയ്യ് നമ്മൾ കഴുകാൻ വെച്ച് 10 വർഷം കഴിയുമ്പോഴാണ് നമ്മൾ മറ്റുള്ള പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയിട്ട് അശ്വഗന്ധ, ബ്രഹ്മി, ശതാവരി, ഉപ്പുറ്റി അങ്ങനെയുള്ള നെയ്കൾ ഉണ്ടാക്കുന്നത് ഈ പഴകിയ നെയ്യിലാണ്. അപ്പോൾ കഷായം ഇപ്പോൾ അശ്വഗന്ധ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം 1200 ലിറ്റർ കഷായം വെക്കും. 1200 ലിറ്റർ കഷായത്തിന് 100 ലിറ്റർ ആക്കി നേരത്തെ കാണിച്ച പോലെ ഇതിൽ ഇതുണ്ടായിരുന്നില്ല. 1200 ലിറ്റർ കഷായം നമ്മൾ ഉണ്ടല്ലോ 1200 ലിറ്റർ കഷായം നമ്മൾ വറ്റി 100 ലിറ്റർ ആക്കും. 100 ലിറ്റർ ആകുമ്പോൾ ഈ കഷായം നമ്മൾ ഇവിടെ 260 ലിറ്റർ പാലിലായിരിക്കും നമ്മൾ തിളപ്പിച്ച പാലിലേക്ക് നമ്മളുടെ നാടൻ പശുവിൻ്റെ നവധാന്യങ്ങളും ദശപുഷ്പങ്ങളും കൊടുത്ത് വളർത്തുന്ന, അഴിച്ചിട്ട് വളർത്തുന്ന, കുട്ടി കുടിച്ചിട്ട് ബാക്കി കറഞ്ഞെടുക്കുന്ന പശുവിൻ്റെ പാല്. അതിനൊരു മൂല്യമുണ്ട്, അതാണ് എടുത്തെടുത്ത് പറയുന്നത്. ആ പാല് ഇതിൽ 260 ലിറ്റർ ഒഴിച്ചിട്ട് അത് തിളച്ച് കഴിയുമ്പോൾ ഇതിൽ കഷായം ഒഴിക്കും. അപ്പോഴേക്കും 4ാമത്തെ ദിവസമാണ് സംഭവം. ഇന്നിപ്പോൾ 4ാമത്തെ ദിവസമാണ്. ഇനി ഇതിൽ നമ്മൾ 40 ലിറ്റർ നെയ്യാണ് ഒഴിക്കുന്നത്. ഇറക്കി വെക്കുമ്പോൾ നമുക്ക് ആകെ കിട്ടുന്നത് 42 മാക്സിമം 43 ലിറ്റർ ഔഷധമാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇത് എക്സ്പെൻസീവ് ആവുന്നത്. ഈ 6 ദിവസത്തെ പ്രൊസീജിയറാണ്. ഇത്രയും കഷ്ടപ്പാട് ഇതിൻ്റെ പിന്നിലുണ്ട്, ഇത്രയും സത്യസന്ധതയുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് വേൾഡിൽ നമ്പർ 1 ഉണ്ടാക്കുന്നു. അത് ഇത്തിരി എക്സ്പെൻസീവ് ആണെങ്കിലും ഏറ്റവും നല്ലതാണ്. യാതൊരു വക സൈഡ് എഫക്റ്റ് ഇല്ലാതിരിക്കാൻ കഷായം വെച്ച് അതിലെ ടോക്സിനോ കാര്യങ്ങളോ മാറ്റി. എല്ലാ ചെടികളിലും എല്ലാ ഔഷധങ്ങളിലും ടോക്സിൻ ഉണ്ട്. ആ ടോക്സിൻ പോകാനോ നമ്മൾ കഷായം വെച്ച് വറ്റിക്കുക, കഷായം വെച്ച് വറ്റിക്കുക എന്ന് പറയുന്നു. അങ്ങനെ ചെയ്ത് പുരാതനമായിട്ട് എങ്ങനെയാണോ ചെയ്യുന്നത് അതേ വിധത്തിലാണ് ഉണ്ടാക്കുന്നത്. സത്യസന്ധമായിട്ടുള്ള പ്രൊഡക്റ്റാണ്. യാതൊരു വിധത്തിലുള്ള ഷോർട്ട് കട്ടിനും നമ്മൾ പോയിട്ടില്ല. അതുകൊണ്ട് ഇത്തിരി എക്സ്പെൻസീവാണ്. അതുകൊണ്ട് ഭാഗ്യമുള്ളവർ കഴിക്കുക. അത്ര അധികമൊന്നും ഉണ്ടാക്കി വെക്കാൻ നമുക്കില്ല. നമുക്കൊരു ദിവസം 5 ലിറ്റർ 4 ലിറ്ററാണ് നെയ്യ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് മാസത്തിലൊരിക്കൽ ഈ സംഭവം ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ഇതാണ് ഈ യൂണിറ്റിൻ്റെ, ഈ നെയ്യ് ഉണ്ടാക്കുന്ന യൂണിറ്റിൻ്റെ മൊത്തം കാഴ്ചകൾ. ഒരു സൈഡിൽ അവിടെ നെയ്യ് അത് അവർ കുറച്ചിട്ട് എത്രാണ്ട് 40% ആക്കണം. അപ്പം അത്രയും വർക്ക് ചെയ്തിട്ടാണ് അത് ആവണത്. ഇത് വലിയ ഉരുളിയിലാണ് അതിപ്പോൾ മിക്സ് ചെയ്യണത്. പിന്നെയും കുറേ കാര്യങ്ങളുണ്ട്. ഓടുന്ന മെഷീൻ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നടത്ത് അത്രയും പ്രൊഡക്റ്റുകളാണ്. ഇത് അത്രയും ഇപ്പോൾ കയറ്റി വയ്ക്കാനുള്ളതാണ്. പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെഷീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എടുത്തോട്ടെ കഷായം. അവിടെ കയറി വെച്ചോ. ഇങ്ങോട്ട് അവിടെ നിന്ന് ഒന്നും കൂടി കയറിയിട്ട് ഇത് അശ്വഗന്ധ കഷായം. ഒഴിച്ചോ.
നമ്മൾ കഷായം ഒഴിക്കുന്നതാണ്. 100 ലിറ്ററായിട്ട് 1200 ലിറ്റർ കഷായം 100 ലിറ്ററായി വച്ചിട്ട് കഷായം ഉണ്ടാക്കിയിട്ട് കഷായം ഒഴിച്ചുകൊണ്ടിരിക്കുക. അശ്വഗന്ധ കഷായം നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ തോന്നുന്നു മേലേക്ക് ചേട്ടൊന്നുമില്ല ഒഴിച്ചോ. ഒഴിച്ചു. നമ്മൾ കടയാൻ ചട്നി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. സൂര്യ ഉദിക്കുന്നതിന് മുന്നേ അവരത് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിങ്ങനെ കാണിക്കാൻ മാത്രം വേണ്ടിയിട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മളുടെ നെയ്യ് ഉരുക്കുന്നത് ഇവിടെയാണ്. ഇതിപ്പോൾ തുടക്കമാണ്, ഇപ്പോൾ ഇട്ടിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇതിൽ കാണാം 49 ആയിട്ടേ ഉള്ളൂ. ഈ സംഭവം 120 വരെ നമ്മളിത് തിളപ്പിക്കും. അപ്പോൾ മാത്രമേ ഇതിൽ കംപ്ലീറ്റ് മോയ്സ്ചർ പോവുള്ളൂ. അല്ലാത്തടത്തോളം കാലം അതിൽ വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ ആ തൂക്കം കൂടി നമുക്ക് വേണമെങ്കിൽ കൂടുതൽ വെക്കാം. എല്ലാവരും 95-90 വരെയൊക്കെ ഉള്ളൂ. പക്ഷെ നമുക്ക് 42 മാത്രമേ 100 കിലോ എണ്ണയ്ക്ക് 42 കിലോ കിട്ടുള്ളൂ. കാരണം നമ്മളത് പഴകാൻ വയ്ക്കുന്നതാണ്. നമുക്ക് പ്യുവറായിരിക്കണം, വേൾഡിലെ നമ്പർ 1 ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ 42 വരെ ചെയ്യുന്നത്. ഏറ്റവും നല്ല പ്രൊഡക്റ്റ് വെക്കാനാണ് ശ്രമിക്കുന്നത്. ഈ നെയ്യാണ് നമ്മൾ 10 വർഷം പഴകിയതിന് ശേഷം അശ്വഗന്ധ ഗീയും ബ്രഹ്മി ഗീയും ശതാവരി ഗീയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ നെയ്യാണ്. ഇതേമാതിരി നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കുന്ന നെയ്യാണ് നമ്മൾ പഴകാൻ വെച്ചതിന് ശേഷം. ആ നെയ്യാണ് നമ്മളുടെ പ്രൊഡക്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. चलो टाइम मिलेगा तो इसको खोलो, वो आवाज़ आ रहा है ना मोटर में से, इसको बनाना है, नहीं तो पूरा चला जाएगा. वो भी मुझे बताओ. कल जाना है मुझे, मैं टिकट देखता हूँ. ശതാവരി ഗീ ഇത് വേറെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ 2 പ്രൊഡക്റ്റുകളുണ്ട് ഇപ്പോൾ ഇവിടെ. ഇപ്പോൾ കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടോയെന്ന് അറിയില്ല, ചോദിച്ചു നോക്കാം. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളാണ്.